ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ പിറന്നാൾ ദിവസമാണ്. അപ്പോൾ അതിന് റെഡിയാവുകയാണ് അമ്പലത്തിൽ പോകാനായിട്ട്. അപ്പോൾ ബാക്കിലെ മെസ്സ് നിങ്ങൾ ശ്രദ്ധിക്കണ്ട, ഞാനൊരു യുദ്ധം കഴിഞ്ഞതിൻ്റെ ബാക്കിയാണത്. ഏത് ഡ്രസ്സ് ഇടും എന്ന് ആലോചിച്ച് അപ്പോൾ ഞാൻ ഓൾറെഡി കുളിച്ചു, സ്കിൻ കെയർ ഒക്കെ ചെയ്തു. ഇനിയിപ്പോൾ മേക്കപ്പ്, കണ്ണെഴുതിയിട്ടുണ്ട്. അപ്പം അമ്പലം ലുക്കായതുകൊണ്ട് ഞാനൊന്ന് കണ്ണ് നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. താഴെ എഴുതിയിട്ടുണ്ട്. ഞാൻ അല്ലെങ്കിൽ അങ്ങനെ യൂഷ്വലി താഴെ എഴുതാറില്ല. അപ്പോൾ ഇന്ന് ആക്ച്വലി പിറന്നാൾ ദിവസമാണ്. ഇന്നലെ ആയിരുന്നു എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ 2 ദിവസം വരുന്നത്. പിന്നെന്താ, മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ലിപ് ലൈനർ ഇടുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ യൂഷ്വൽ മേക്കപ്പ് തന്നെ, നിങ്ങൾ കണ്ട് മടുത്തിട്ടുണ്ടാവും. അപ്പോൾ ലിപ്സ്റ്റിക്ക്, ഇത് ഞാൻ കൊല്ലങ്ങളായിട്ട് ഇത് തന്നെയാണ് ലിപ്സ്റ്റിക്ക്. പക്ഷെ ഇത് കുറച്ച് ഡാർക്കായ പോലെ തോന്നി. ഔട്ട്ഫിറ്റ് കുറച്ച് ലൈറ്റല്ലേ, അപ്പോൾ ഞാൻ ഒരു ലൈറ്റ് ലിപ് ഷെയ്ഡും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു ഡിമ്മായിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ മുടി അയച്ചിട്ടുണ്ട്. കുളിച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടി ഇതുപോലെ കേളിയായിട്ട് കിടക്കും. പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അത് സ്ട്രെയിറ്റ് ആവും. അങ്ങനെ. പിന്നെ ഈ ടവൽ നല്ല അടിപൊളിയാട്ടോ. നന്നായിട്ട് വെള്ളം മറ്റേ തോർത്തുകൊണ്ടോ അല്ലെങ്കിൽ വേറെ തുണി കൊണ്ടൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ അഴിച്ചാലും വെള്ളം ഇങ്ങനെ തുള്ളിയായിട്ട് വീഴില്ലേ, ഇതാകുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആവും. പിന്നെ ഇത് അമ്പലത്തിലെത്തി. വടക്കുന്നാഥനിലാണ് ഞാൻ പോയത്. അതിനകത്തുനിന്ന് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാറില്ല. പിന്നെ കാറ്റ്, ഇന്നെന്താണോ മഴ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഫുൾ ടൈം 1 മണിക്കൂർ കൂടുമ്പോൾ മഴയാണ്. ഇന്നിപ്പോൾ എന്താണാവോ, ഞാൻ പോയി വരുന്നവരെ മഴയുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നിൽ ഉയർന്നു വരുന്ന ഒരു വ്ളോഗറെയാണ് നിങ്ങൾ കാണുന്നത്. പക്ഷെ സംസാരിക്കില്ല, ജസ്റ്റ് ഇങ്ങനെ നോക്കിയിരിക്കും, അത്രയൊക്കെ തന്നെ. പിന്നെ ഇത് നല്ല രസമല്ലേ, ആലിലങ്ങനെ വീണ് കിടക്കണ കൂടെ നടക്കാൻ. പിന്നെ നമ്മുടെ ലാലേട്ടൻ, ഞാൻ ചുമ്മാ കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ്. ഇതുവരെ ഞാൻ നടന്നു കഴിഞ്ഞില്ലേ, കണ്ടോ? ഭയങ്കര കാറ്റാണ്. എൻ്റെ ഫ്രണ്ടിൽ മുടി വെട്ടിയിട്ടേക്കണമെന്നാണെങ്കിൽ ഇങ്ങനെ പോയി. പിന്നെ അണ്ടർഗ്രൗണ്ടിലെ ഒരു കലാസൃഷ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ മ്യൂറൽ ആർട്ട് കാണാൻ നല്ല ഭംഗിയല്ലേ. പിന്നെ ഞാൻ മെറ്റീരിയൽ എടുക്കാൻ വന്നേക്കാണ്. ഇത് പരാഗ് ഫാഷൻ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ മുനിസിപ്പൽ സ്റ്റാൻഡിൻ്റെ അവിടെ തന്നെയുള്ളൊരു കടയാണ്. നല്ല എല്ലാ മെറ്റീരിയൽസും ഉണ്ട്. അത്യാവശ്യം നല്ല റേറ്റ് കുറവാട്ടോ. പിന്നെ ഇത് ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണ്. പിന്നെ പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊരു ബേബി പിങ്കാണ്, ഒരു ഷിഫോണിൻ്റെ മെറ്റീരിയൽ. പക്ഷെ കാണുമ്പോൾ ഒരു വൈറ്റ് പോലെ തോന്നുന്നുണ്ട്. അതിനകത്ത് പിങ്ക് ഇതുപോലെ ബോ പോലെ ഇങ്ങനെ സ്കാറ്റേർഡായിട്ട് ഇങ്ങനെ അവിടെ ഒക്കെ ആയിട്ട്. അപ്പം അതിൻ്റെ പണിയിലാണ് ഞാൻ ഇന്ന്. പിന്നെ എൻ്റെ കേക്ക് മുറിയായിരുന്നു. ഒരു ചോക്ലേറ്റ് ട്രഫിൾ കേക്കായിരുന്നു. ഈ കേക്കൊക്കെ മുറിച്ചു. പിന്നെ പായസം, ഞാൻ അമ്പലത്തിൽ നിന്ന് പായസം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പായസമൊക്കെ കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ പിറന്നാൾ ദിവസം. അപ്പോൾ ഓക്കെ, ടാറ്റാ.